ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ മിന്നുൻ്റെ സ്കൂളിലെ ഫീസ് അടയ്ക്കാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ പോയി തിരിച്ച് വരുന്ന സമയത്ത് കുട്ടികളൊക്കെ അവിടെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടി ഇൻവെസ്റ്റിഷൻ സെറിമണിയുടെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം എനിക്ക് എൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വന്നു. നമ്മളിങ്ങനെയൊക്കെയാണല്ലോ ഇതൊക്കെ ഓർക്കുക. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ അമലയിലേക്ക് വിട്ടു വന്നു. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ അമലയിൽ ചെന്ന് എത്തി. വേഗം റെഡിയൊക്കെ ആയി അവിടെ നിന്ന് ഡ്യൂട്ടിക്കായിട്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് ചെറിയൊരു കാൽവേദന ഉണ്ടായിരുന്നു, പക്ഷെ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ കയറി. അങ്ങനെ ഇത് നമ്മുടെ റിനോവേറ്റ് ചെയ്ത നമ്മുടെ ചാപ്പലിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ നേരെ മുകളിലത്തെ ചാപ്പലിലേക്കാണ് പോയത്. അവിടെ ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒക്കെ ഞാൻ ആരെയും കാണിച്ചു തന്നിട്ടില്ലല്ലോ. എനിക്കിന്നാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത്. അങ്ങനെ എന്താണ് നമ്മുടെ അമല ചാപ്പൽ. എന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഇതിക്കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നടന്നു വരുമ്പോൾ ഭയങ്കര സമാധാനമാണ്. നമ്മൾ എന്താ പറയുക, ഡ്യൂട്ടിക്ക് പോകണതിന് മുമ്പ് പ്രാർത്ഥിച്ച ഡ്യൂട്ടിക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു. ഞാൻ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ എല്ലാവരും കുടിച്ച ഗ്ലാസ്സൊന്നും വേസ്റ്റിലിടാണ്ട് ചുറ്റും വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ചുറ്റും ഇല്ലാത്ത പോലെയായിരുന്നു, നിറയെ വേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മളെവിടെ ചെന്നാലും നമ്മൾ വേസ്റ്റ് ഇടാനായിട്ട്, വേസ്റ്റ് ഉണ്ടാക്കുന്നവർ തന്നെയാണ് ആ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. അങ്ങനെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു. നൈറ്റ് ഡ്യൂട്ടിയുടെ ഇടയിൽ വെച്ച് എനിക്ക് പെയിനായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. ഡോക്ടറെ കണ്ട് അവിടെ നിന്ന് എന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഞാനങ്ങനെ ഒരു ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടി ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ പേപ്പനാണ് കേട്ടോ ഇത്. അപ്പോൾ പേപ്പൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോരുന്നത്. അപ്പം ഞാനും പേപ്പനും വർത്താനൊക്കെ പറഞ്ഞ് വേദനയുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡ്യൂട്ടിയിലെ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പോരുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടാവില്ല. പെയ്യുന്ന മഴ നല്ലതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ഏകദേശം ഒരു 4 മണി 4:30 ഞാൻ വീട്ടിലെത്തി. പിന്നെ മിന്നു അപ്പോഴേക്കും വന്നു. മിന്നു വന്നു കഴിഞ്ഞപ്പോൾ അവളിരുന്ന് ചെറുതായിട്ട് പഠിച്ചു. പിന്നെ മിന്നു ഒരു സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ ഇൻവെസ്റ്റിഷൻ സെറിമണിയുടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ വീഡിയോ ടീച്ചർ അയച്ചു തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു.